നമസ്സർവേഭ്യഃ. ഭഗവത്ഗീതയിലെ 1-ാം അധ്യായമായ അർജുന വിഷാദ യോഗത്തിലെ സുപ്രധാനമായ 2 ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. യുദ്ധക്കളത്തിൽ ശത്രുപക്ഷത്ത് സ്വന്തം ബന്ധുക്കളെയും ഗുരുക്കന്മാരെയും കണ്ട അർജുനൻ വല്ലാത്തൊരു മാനസിക സംഘർഷത്തിലൂടെ കടന്നുപോകുന്ന ഘട്ടമാണിത്. വിജയത്തെക്കാൾ വലിയ പാപമാണ് ബന്ധുഹത്യ എന്ന് ഭയപ്പെടുന്ന അർജുനൻ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി സ്വന്തം രക്തത്തെ വധിക്കാൻ പാടുണ്ടോ എന്ന് കൃഷ്ണനോട് ചോദിക്കുകയാണ്. ഒരു സാധാരണ മനുഷ്യൻ കടമയും വൈകാരിക ബന്ധങ്ങളും തമ്മിലുള്ള പോരാട്ടത്തിൽ എങ്ങനെ തളർന്നു പോകുന്നു എന്ന് ഈ 36-37 ശ്ലോകങ്ങൾ നമുക്ക് കാട്ടിത്തരുന്നു. ആ ശ്ലോകങ്ങളും അതിന്റെ പദാനുപദ അർത്ഥങ്ങളും നമുക്ക് നോക്കാം. ആദ്യം ശ്ലോകം കേൾക്കാം. നിഹത്യ ധാർതരാഷ്ട്രാന്നഃ കാ പ്രീതിഃ സ്യാത് ജനാർദ്ദന പാപമേവാശ്രയേദസ്മാൻ ഹത്വൈതാനാതതായിനഃ. നിഹത്യ ധാർതരാഷ്ട്രാന്നഃ കാ പ്രീതിഃ സ്യാത് ജനാർദ്ദന പാപമേവാശ്രയേദസ്മാൻ ഹത്വൈതാനാതതായിനഃ. തസ്മാന്നർഹാ വയം ഹന്തും ധാർതരാഷ്ട്രാൻ സ്വബാന്ധവാൻ സ്വജനം ഹി കഥം ഹത്വാ സുഖിനഃ സ്യാമ മാധവ. തസ്മാന്നർഹാ വയം ഹന്തും ധാർതരാഷ്ട്രാൻ സ്വബാന്ധവാൻ സ്വജനം ഹി കഥം ഹത്വാ സുഖിനഃ സ്യാമ മാധവ. വരികളുടെ അർത്ഥം നോക്കാം. നിഹത്യ ധാർതരാഷ്ട്രാന്നഃ കാ പ്രീതിഃ സ്യാത് ജനാർദ്ദന. നിഹത്യ കൊന്നിട്ട് ധാർതരാഷ്ട്രാൻ ധൃതരാഷ്ട്രപുത്രന്മാരെ നഹ നമുക്ക് കാ എന്ത് പ്രീതിഃ സന്തോഷം സ്യാത് ഉണ്ടാകും ജനാർദ്ദന ഹേ കൃഷ്ണ. ഹേ കൃഷ്ണ, ധൃതരാഷ്ട്രപുത്രന്മാരെ കൊന്നിട്ട് നമുക്ക് എന്ത് സന്തോഷമാണ് കിട്ടുക? പാപമേവാശ്രയേദസ്മാൻ ഹത്വൈതാനാതതായിനഃ. പാപം എന്നുവെച്ചാൽ പാപം തന്നെ, ഏവ മാത്രം, ആശ്രയേത് വന്നു ചേരും, അസ്മാൻ നമുക്ക്, ഹത്വ വധിക്കുന്നതിലൂടെ, ഏതാൻ ഇവരെ, ആതതായിനഃ അക്രമികളെ. 36-ാമത്തെ ശ്ലോകത്തിന്റെ മൊത്തത്തിലുള്ള അർത്ഥം നോക്കാം. ഹേ ജനാർദ്ദന, ഈ ധൃതരാഷ്ട്രപുത്രന്മാരെ കൊന്നിട്ട് നമുക്ക് എന്ത് സന്തോഷമാണ് ലഭിക്കുക? ഇവർ അക്രമികളാണെങ്കിലും ഇവരെ കൊല്ലുന്നത് വഴി പാപം മാത്രമേ നമുക്ക് വന്നു ചേരുകയുള്ളൂ. തസ്മാന്നർഹ വയം ഹന്തും ധാർതരാഷ്ട്രാൻ സ്വബാന്ധവാൻ. തസ്മാത് അതുകൊണ്ട്, ന അല്ല, അർഹാഹ യോഗ്യർ, ന അർഹാഹ യോഗ്യരല്ല, വയം നമ്മൾ, ഹന്തും കൊല്ലുവാൻ, ധാർതരാഷ്ട്രാൻ ധൃതരാഷ്ട്രപുത്രന്മാരെ, സ്വബാന്ധവാൻ സ്വന്തം ബന്ധുക്കളെ. സ്വജനം ഹി കഥം ഹത്വ സുഖിനഃ സ്യാമ മാധവ. സ്വജനം സ്വന്തം ജനങ്ങളെ, ഹി തീർച്ചയായും, കഥം എങ്ങനെ, ഹത്വ കൊന്നിട്ട്, സുഖിനഃ സന്തോഷമുള്ളവരായി, സ്യാമ ഭവിക്കും, മാധവ ഹേ മാധവ. 37-ാമത്തെ ശ്ലോകത്തിന്റെ മൊത്തത്തിലുള്ള അർത്ഥം നോക്കാം. അതുകൊണ്ട് നമ്മുടെ സ്വന്തം ബന്ധുക്കളായ ഈ ധൃതരാഷ്ട്രപുത്രന്മാരെ കൊല്ലുന്നത് നമുക്ക് ഉചിതമല്ല. ഹേ മാധവ, സ്വന്തം ബന്ധുക്കളെ കൊന്നിട്ട് നമുക്ക് എങ്ങനെ സുഖമായിരിക്കാൻ കഴിയും? ജീവിത പാഠം നോക്കാം. സ്വന്തം ഇഷ്ടങ്ങളും കടമകളും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ മനസ്സ് അർജുനന്റേതുപോലെ അസ്വസ്ഥമാകുന്നത് സ്വാഭാവികമാണെന്ന് ഈ ശ്ലോകങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ശ്ലോകം ഒരിക്കൽ കൂടി കേൾക്കാം. നിഹത്യ ധാർതരാഷ്ട്രാന്നഃ കാ പ്രീതിഃ സ്യാത് ജനാർദ്ദന പാപമേവാശ്രയേദസ്മാൻ ഹത്വൈതാനാതതായിനഃ. നിഹത്യ ധാർതരാഷ്ട്രാന്നഃ കാ പ്രീതിഃ സ്യാത് ജനാർദ്ദന പാപമേവാശ്രയേദസ്മാൻ ഹത്വൈതാനാതതായിനഃ. തസ്മാന്നർഹാ വയം ഹന്തും
धार्तराष्ट्रान् स्वबान्धवान् स्वजनं हि कथं हत्वा सुखिनः स्याम माधव तस्मान्नार्हा वयं हन्तुं धार्तराष्ट्रान् स्वबान्धवान् स्वजनं हि कथं हत्वा सुखिनः स्याम माधव. അർജുനന്റെ ഈ വാക്കുകൾ കേവലം ഒരു ഭീരുത്വമല്ല, മറിച്ച് തന്റെ പ്രവൃത്തിയുടെ അനന്തര ഫലത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്തയാണ്. എന്നാൽ ഈ വൈകാരിക തളർച്ചയെ മറികടന്ന് എങ്ങനെ ധർമ്മം സംരക്ഷിക്കണം എന്ന് കൃഷ്ണൻ പിന്നീട് ഉപദേശിക്കുന്നുണ്ട്. അർജുനന്റെ ഈ ധർമ്മസങ്കടം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ തീരുമാനങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് ചിന്തിക്കേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ അടുത്ത ശ്ലോകങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ധന്യവാദ. ഹരേ കൃഷ്ണ.